ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു, കേൾക്കാം. ഭയക്കേണ്ട കാര്യം എനിക്കില്ല. ഇതിപ്പോൾ ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവൻ്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതിൽ അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം. ഈ മറ്റുള്ളവരെന്തിനാണ് ഈ ഭഗവാൻ ശിവശങ്കരൻ്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത്? അതൊരു മുറിവേൽപ്പിക്കും പോലെയല്ലേ ആയത്? അത് വീട്ടിൽ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു സന്യാസിയാവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോടതിയെ അംഗീകരിക്കുകയല്ല. അതാണ് അവിടുത്തെ ഞാൻ തീർച്ചയായിട്ടും കോടതിയെ നിയമങ്ങളെ എല്ലാവരെയും ഞാൻ മാനിക്കുന്നുണ്ട്. വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത്. ഞാൻ ഇനി പറഞ്ഞു തരാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഞങ്ങൾ ഫുൾ മീഡിയ ചാനലിൽ ഞാനും അനുജനും അമ്മയും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല. അതിനെ എഡിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിൽക്കുന്ന ഓരോ അച്ഛനും ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരാം. ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഈ നാടിന്റെ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ? നിങ്ങൾ പൗരനാണ്, ഞാനും പൗരനാണ്. ഇപ്പൊ നാളെ രാവിലെ എൻ്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുക്കില്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ മരണമല്ല അത്. എൻ്റെ അച്ഛൻ്റെ അത് മരണമല്ല, എൻ്റെ അച്ഛൻ്റെ അത് സമാധിയാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി. എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാർ ജീവിച്ചിരിക്കുന്ന നാടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചതല്ല. എൻ്റെ അച്ഛൻ മരിച്ചതല്ല, എൻ്റെ അച്ഛൻ സമാധി ആയതാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധിയായി എന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം, അതിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം 30 വർഷത്തോളം പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. ഇല്ല ഞാനിപ്പോൾ സമാധിയാവട്ടെ മരണമാവട്ടെ ഒരാളെ കാണാനില്ല. ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് എവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതുമായി അപ്പോൾ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായെന്ന്. അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ? അതിന് അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതെന്നാണ് കോടതി ചോദിച്ചത്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ആ പേരെന്താ? അതാണ് ഗോപൻ സ്വാമി. തന്നല്ലോ. പരാതി ആരുടെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ, ഈ പരാതി നൽകിയത് ആരാ? ഞാൻ അതാ ചോദിച്ചത്. ഞാൻ അതാ ചോദിച്ചത്. ഈ ഹിന്ദുത്വത്തെ ഈ ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധിയായതാണ്. ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ? ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ്. മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ടോ? നിങ്ങളുടെ ഭാഷയിൽ അത് സമാധി ആയിക്കോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ്? അതാണ് ചോദ്യം. അവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്നും 24 നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു. അതില് ഇപ്പൊ ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂളുണ്ട്, സ്കാനറില്ലേ, അതിൽ വെച്ച് ചെക്ക് ചെയ്തോടെ ആൾ അതിനകത്ത് ഉണ്ടാകുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റില്ലേ? ബോഡി ഉണ്ടോ എന്ന് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ? എനിക്കത് ഫുള്ളായിട്ട് അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. ഇല്ല. അവരന്വേഷിക്കട്ടെ. അന്വേഷണത്തിന് അവരന്വേഷിക്കട്ടെ. സമാധി പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ല. സമാധി
അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ പോലീസ്. ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അത് എത്രയോ വർഷക്കൊണ്ടുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആ പൂജാരിക്ക് ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എൻ്റെ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ മക്കളായ 2 മക്കളും പറയുന്നിട്ടുണ്ട്, അമ്മയും പറയുന്നുണ്ട്. ചേട്ടാ, ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛൻ്റെ വാക്കുകൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ.